ഹലോ ഫ്രണ്ട്സ്, നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ റെസിപ്പി എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക്, അതും ചോക്ലേറ്റ് കേക്ക്. അത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഗോതമ്പ് പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, വാനില, 3 മുട്ട, പഞ്ചസാര. ഇത്രയുമാണ് വേണ്ടത്. ഇതേപോലുള്ള സ്പൂൺ എല്ലാ വീട്ടിലും കാണും. ആ സ്പൂണിൻ്റെ അളവിനാണ് നമ്മൾ എല്ലാ സാധനവും എടുക്കുന്നത്. ഇതിൽ 1.5 സ്പൂൺ പഞ്ചസാര ആദ്യം പൊടിച്ചെടുക്കണം. 1.5 സ്പൂൺ പഞ്ചസാര. ഈ കുഴിയുള്ള പാത്രം, ഈ തവി കണ്ടല്ലോ അല്ലേ? ഞാൻ അളന്ന് വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാനാണ് ഞാനിതൊന്നുകൂടെ എടുക്കുന്നത്. കണ്ടോ, 1.5 സ്പൂണ് തവി കേട്ടോ, സ്പൂണല്ല തവി. വേണമെങ്കിൽ നമുക്ക് 2 കറുവപ്പട്ട, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, 2 ചെറിയ കറുവപ്പട്ട ഇതിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഈ തവിക്ക് 3 തവി ഗോതമ്പ് പൊടി. ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ അരിക്കണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എന്നിട്ട് നമുക്ക് പഞ്ചസാരയിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 3/4 തവി സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ആ തവിക്ക് തന്നെ ഒരു 3/4 തവി സൺഫ്ലവർ ഓയിൽ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്, അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചതിനകത്തോട്ട് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് ഇളക്കണം. നന്നായിട്ട് മിക്സായിട്ട് കുറേശ്ശെ ഇട്ട് ഇളക്കിയാൽ മതി. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി മിക്സായി കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടോ, ഈ പരുവത്തിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അല്പം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റുക. ഇത് കുറച്ച് മതി. അതിലേക്ക് 1.5 സ്പൂൺ കൊക്കോ പൗഡർ. ആവശ്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഞാൻ 1.5 എടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത മിശ്രിതവും റെഡിയായി. ഇനി നമുക്കത് ഇഡ്ഡലിത്തട്ടിലേക്ക് മാറ്റാം. അല്പം എണ്ണ തൂത്ത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഇതിൽ എണ്ണ തൂത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിശ്രിതം 2 ലെയറായിട്ട് വേണം ചേർക്കാൻ. ആദ്യം കുറച്ച് 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ കൊക്കോ ചേർത്ത മാവ് കൂടി അതിൻ്റെ പുറത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും കുറേശ്ശെ നിരത്തി വയ്ക്കണം. ഒരുപാട് നിറച്ചൊഴിക്കരുത്. ഇത് പൊങ്ങി വരുന്ന സാധനമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം നമ്മൾ വെച്ചാൽ മതി. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡറിൻ്റെ മിശ്രിതം വീണ്ടും എന്തോന്ന് നോക്കാം. ഒരു പപ്പടം കുട്ടിയോണ്ടാണ് നോക്കുന്നത്. വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു അല്പനേരം തണുക്കാൻ വയ്ക്കാം. ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ചോക്കാം. വളരെ സോഫ്റ്റാണ് ഇതുള്ള. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അത് കൂടാതെ എല്ലാവരും അത് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുകയും